ക്യാർ ചുഴലിക്കാറ്റ് ശക്തി കുറഞ്ഞ് ഒമാൻ തീരത്ത് പരോക്ഷ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ച് നീങ്ങിയതിന് പിന്നാലെ മഹാ ചുഴലിക്കാറ്റും ഒമാൻ തീരങ്ങളെ ലക്ഷ്യമാക്കി നീങ്ങിയതായുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ക്യാറിനെ തുടർന്ന് രാജ്യത്ത് രൂപപ്പെട്ട മഴയും മേഘാവൃതമായ അന്തരീക്ഷവും വിവിധ മേഖലകളിൽ വ്യാഴാഴ്ചയും തുടർന്നിരുന്നു. തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നീങ്ങുന്ന ക്യാർ ചുഴലിക്കാറ്റ് രാവിലെയോടെ തീവ്ര ന്യൂനമർദ്ദമായി ബലപ്പെടാൻ സാധ്യതയുള്ളതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. മസീറ തീരത്ത് നിന്ന് നീങ്ങി അൽവുസ്ത, ദോഫാർ തീരങ്ങൾക്ക് സമാന്തരമായാണ് കാറ്റിപ്പോൾ നീങ്ങുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. മണിക്കൂറിൽ 61 കിലോമീറ്റർ വരെയാണ് കാറ്റിന്റെ ഇപ്പോഴത്തെ വേഗത. തെക്കൻ ഷർഖിയ, അൽവുസ്ത, ദോഫാർ ഗവർണറേറ്റുകളിൽ മഴമേഘങ്ങളുടെ സഞ്ചാരം തുടരുമെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുകയുണ്ടായി. മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റടിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. തീരപ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കക്കെടുതികൾ തടയാൻ എമർജൻസി മാനേജ്മെന്റ് സെന്ററും സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസും സജ്ജീകരണം ആരംഭിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ അടിയന്തര ഘട്ടമുണ്ടായാൽ 24600700 അതോടൊപ്പം തന്നെ 24299999 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ഫാക്സ് സന്ദേശങ്ങൾക്ക് 24692569 എന്ന നമ്പറിലേക്കും അയക്കാവുന്നതാണ്. അറബിക്കടലിന്റെ തെക്കുഭാഗത്ത് മഹാ ചുഴലിക്കാറ്റ് രൂപപ്പെട്ടതായും കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുകയുണ്ടായി. ഒരേ സമയം 2 ചുഴലിക്കാറ്റുകൾ രൂപപ്പെടുകയെന്ന അപൂർവ പ്രതിഭാസത്തിനാണ് അറബിക്കടൽ ഇപ്പോൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അറബിക്കടലിന്റെ തെക്ക് കിഴക്ക് ഭാഗത്തായാണ് മഹാ ഇപ്പോഴുള്ളതെന്നാണ് ലഭിക്കുന്ന വിവരം. ക്യാറിന്റെ സഞ്ചാരപാത പിന്തുടർന്ന് ഒമാൻ തീരത്തേക്ക് എത്താനാണ് സാധ്യത കൽപ്പിക്കുന്നത്. മണിക്കൂറിൽ 111 കിലോമീറ്റർ വരെയാണ് മഹയുടെ കേന്ദ്രഭാഗത്തെ കാറ്റിന്റെ വേഗമെന്നും സിവിൽ ഏവിയേഷൻ പൊതു അതോറിറ്റി അറിയിക്കുകയുണ്ടായി. ഒമാനാണ് മഹ എന്ന പേര് നൽകിയത് തന്നെ. ഈ വർഷം അറബിക്കടലിൽ രൂപം കൊള്ളുന്ന 4ാമത്തെ ചുഴലിക്കാറ്റാണിത്. വായുവും ഹിക്കയുമാണ് മറ്റ് 2 അതേസമയം 1972 ശേഷം ഇതാദ്യമായാണ് ഒരേ സമയം അറബിക്കടലിൽ 2 കാറ്റുകൾ രൂപം കൊള്ളുന്നതെന്ന് അന്താരാഷ്ട്ര കാലാവസ്ഥാ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. 2015 ചബല ചുഴലിക്കൊടുങ്കാറ്റ് യമനിൽ കരതൊട്ടത്തിന് തൊട്ടു പിന്നാലെ മേഘ് രൂപപ്പെട്ടിരുന്നു. ഇപ്പോൾ ഒമാൻ തീരത്തുള്ള ക്യാർ സുഖത്ര ദ്വീപിന് സമീപത്തേക്കും തുടർന്ന് സൊമാലിയയും ഭാഗത്തേക്കും നീങ്ങാനാണ് സാധ്യതയെന്നും അന്താരാഷ്ട്ര കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നു. മഹാ ചുഴലിക്കാറ്റ് വ്യാഴാഴ്ച രാത്രിയോടെ ശക്തി പ്രാപിക്കുമെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ഇതിനോടൊപ്പം തന്നെ അറിയിക്കുകയുണ്ടായി. മധ്യകിഴക്കൻ അറബിക്കടലിൽ കൂടുതൽ കരുത്ത് പ്രാപിച്ച് അതിശക്തമായ ചുഴലിക്കാറ്റായി തീരുമെന്നാണ് ലഭിക്കുന്ന വിവരം. കാറ്റിന്റെ പരമാവധി വേഗം മണിക്കൂറിൽ 118 മുതൽ 166 കിലോമീറ്റർ വരെയായി മാറുമെന്നും ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനത്തിൽ പറയുന്നു. ആയതിനാൽ തന്നെ ഒമാനിൽ കർശന നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ വെള്ളക്കെട്ട് രൂപപ്പെട്ട് അടയ്ക്കപ്പെട്ട ഗതാഗതം പുനഃസ്ഥാപിച്ചതായും അറിയിക്കുകയുണ്ടായി. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.